ഹലോ, ഹെൽമിലോടുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. എല്ലാവർക്കും സുഖമല്ലേ? ദൈവകൃപയാൽ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. നല്ലൊരു പ്രഭാതമാണ്. അപ്പോൾ എന്നും ഞാൻ വിചാരിക്കും രാവിലെ നിങ്ങളെ സൂര്യനെയൊക്കെ ഒന്ന് കാണിക്കണമെന്ന്. പക്ഷേ എന്ത് ചെയ്യാനാ, സൂര്യൻ എന്താ റബ്ബറിൻ്റെ ഇടയ്ക്ക് ഒളിഞ്ഞിരിക്കുകയാണ്. ചെറുതായിട്ടൊന്ന് മിന്നുന്ന കണ്ടോ, അതാണ്. പക്ഷേ എന്ത് ചെയ്യാനാ, കാണിക്കാൻ പറ്റത്തില്ല. നിങ്ങളെ മേഘമൊക്കെ ആകാശമൊക്കെ ഒന്ന് കാണിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോഴാണ് ഇടയ്ക്ക് ഞാൻ മേളിൽ ടെറസിൽ കയറുമ്പോൾ അവിടെ നിന്നിട്ട് ചെറിയ ഒരു വീടിൻ്റെ ഫ്രണ്ട് വശത്ത് മാത്രം മേഘങ്ങളൊക്കെ എനിക്ക് കാണാം. പക്ഷേ വലത്തോ ഇടത്തോ അടുക്കളയുടെ അവിടെ ഒന്നും മേഘത്തെ കാണിക്കാൻ യാതൊരു നിർവാഹവും ഇല്ല. മൊത്തം റബ്ബറാൽ മൂടപ്പെട്ട് കിടക്കുകയല്ലേ. അപ്പോൾ നല്ല ക്ലൈമറ്റാണ്. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിരുന്നല്ലോ, മഴയൊക്കെ തീർന്നു കേട്ടോ. കൊട്ട വെയിലെന്ന് പറഞ്ഞാൽ അന്യായ വെയിലാണിപ്പം. മഴയാണേ പറയോ എന്തോ മഴയാണെന്ന്, വെയിലാണെങ്കിൽ പറയോ എന്തോ വെയിലാണെന്ന്. മനുഷ്യ സഹജമാണല്ലോ. വെയിൽ തുടങ്ങിയിട്ട് 2-3 ദിവസമേ ആയുള്ളൂ കേട്ടോ. ഉച്ചയ്ക്കൊന്നും വീട്ടിൽ പെരയ്ക്കകത്ത് ഇരിക്കാൻ വയ്യ, അത്രയ്ക്ക് ചൂടാണ്. എന്നാൽ രാത്രിയിൽ നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നൊരു സിമ്പിൾ വ്ളോഗാണ്. നിങ്ങളിപ്പോൾ കാണുമ്പോൾ ചിന്തിക്കും, ചേച്ചിക്ക് എന്നും ഈ കോമ്പിനേഷനൊക്കെ ഉള്ളൂ എന്ന്. ദേ കണ്ടോ, ഇടയ്ക്കൂടെ ഒളിഞ്ഞു നോക്കുന്നത് കണ്ടോ നമ്മുടെ സൂര്യൻ. അപ്പോൾ കഴിഞ്ഞ വ്ളോഗിലൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇവിടെ പാല് മേടിക്കുന്നത് സൊസൈറ്റിയിൽ നിന്നാണേ. അപ്പോൾ പോകുന്ന ദിവസം 2 ലിറ്റർ അല്ലെ 3 ലിറ്റർ ഇങ്ങനെ ഒരുമിച്ച് മേടിക്കും. ഇന്ന് 3 ലിറ്റർ മേടിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് കാച്ചി അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുമേ, പന്നലാകത്തൊന്നുമില്ല. പിന്നെ ചിലപ്പോൾ അത് കുറച്ച് ഉറയൊഴിക്കും. പാലിങ്ങനെ 2 ലിറ്റർ 3 ലിറ്ററായിട്ട് മിക്കവാറും ഇങ്ങനെ മേടിക്കുമല്ലോ. അപ്പോൾ എൻ്റെ കയ്യിൽ എപ്പോഴും ഉറ മാറാതിരിക്കും. അപ്പോൾ ഉറയൊഴിക്കും. ബാക്കി എന്തെങ്കിലും റെസിപ്പിക്ക് വേണമെങ്കിൽ അങ്ങനെ എടുക്കും. ഇവിടെ അടുത്തല്ലല്ലോ സൊസൈറ്റി, ഇത്ര ദൂരമുണ്ട്. അപ്പോൾ എന്നും പോകുന്നത് നമുക്ക് ഇപ്പോഴത്തെ പെട്രോളിൻ്റെ വില വെച്ച് അത് പ്രാക്ടിക്കലല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ മേടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. ഇതുവരെ ഞങ്ങളുടെ പാല് കേടായിട്ടില്ല. കാരണം ഞാനിത് പറയാൻ കാര്യം, ചിലരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ബെൻസി ഇങ്ങനെ ഇത്രയും മേടിച്ച് വെക്കുന്നത് എന്തിനാണ്, അത് കേടാകത്തില്ലെന്ന്. പക്ഷേ എനിക്കതൊരു ഗുണമായിട്ടാണ് തോന്നുന്നത്. എന്താണെന്നോ, ഇങ്ങനെ കാച്ചുമ്പോൾ നന്നായിട്ട് പാടയും കിട്ടും. ഞാൻ വീട്ടിൽ നെയ്യൊക്കെ ഉണ്ടാക്കുവാണല്ലോ. നാട്ടിൽ വന്നേ പിന്നെ ഇതുവരെയും പുറത്തുനിന്ന് ആദ്യത്തെ ഒരു പ്രാവശ്യം നെയ്യ് പുറത്തുനിന്ന് മേടിച്ചതേ ഉള്ളൂ, പിന്നെ മേടിച്ചിട്ടേ ഇല്ല. അപ്പോൾ എനിക്ക് നെയ്ക്ക് വേണ്ടിയാണെങ്കിലും ഇങ്ങനെ കൂടുതലായിട്ട് മേടിക്കുമ്പോൾ നമുക്ക് കൂടുതൽ പാട നന്നായിട്ട് കിട്ടും. അപ്പോൾ ഉറയൂടൊക്കെ ഒഴിക്കാനായിട്ട് ആ പാല് കാച്ചുന്നതെന്നുണ്ടെങ്കിൽ ഇത്തിരി വെള്ളം ഒഴിച്ച് തിളയ്ക്കുന്ന ഉടനെ ഓഫ് ചെയ്യല്. നന്നായിട്ടൊരു 3-4 മിനിറ്റ് ചെറു തീയിൽ ഇളക്കിക്കൊണ്ടിരിക്കണം. അതല്ലെങ്കിൽ പാൽ അടിക്ക് പറ്റും കേട്ടോ, അടിക്ക് പിടിക്കും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനാണ് ഇളക്കണമെന്ന് പറഞ്ഞത്. തിളച്ചിട്ടൊരു 3-4 മിനിറ്റ് ആ ഒഴിച്ച വെള്ളം വറ്റി പാല് നന്നായിട്ട് വേവണം. അതിനുശേഷം ആ പാലെടുത്ത് ഉറയൊഴിച്ചാൽ നല്ല കട്ട തൈരായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. കൂട്ടത്തിൽ തന്നെ ജോസാന് ചായയും വെക്കുന്നുണ്ട്. എനിക്കങ്ങനെ ചായ കുടിക്കുന്ന ശീലമില്ല കേട്ടോ. രാവിലെയും വൈകിട്ട് ചിലപ്പോൾ ഒരു തോന്നൽ വരും, അപ്പോൾ കുടിക്കും, അത്രയേ ഉള്ളൂ. ചിലപ്പം കോഫി കുടിക്കാനായിരിക്കും, ബ്ലാക്ക് കോഫി കുടിക്കാനായിരിക്കും തോന്നുന്നത്. ചിലപ്പം ബ്ലാക്ക് ടീ കുടിക്കാൻ തോന്നും, ചിലപ്പോൾ ചായ ആയിരിക്കും. അങ്ങനെ വല്ലപ്പോഴും ഒക്കെ, എന്നും ഒന്നുമില്ല, വല്ലപ്പോഴും അങ്ങനെ തോന്നും, അന്നേരേ കുടിക്കാറുള്ളൂ. ഇപ്പം ജോസാന് വേണ്ടി മാത്രമാണ് ചായ ഉണ്ടാക്കുന്നത്. ജോസാന് കറക്റ്റ് രാവിലെ എണീറ്റ ഉടനെ ചായ, അതുപോലെ തന്നെ കറക്റ്റ് 4 മണിയാകുമ്പം ചായ കിട്ടിയിരിക്കണം. എത്ര ഉച്ചയ്ക്ക് അങ്ങനെ ഉറങ്ങാറില്ല. വല്ലപ്പോഴും ഉറങ്ങാൻ കിടന്നാൽ പോലും 4:00 എണീക്കും. അയ്യോ ചായ കുടിക്കേണ്ട സമയമെന്ന് പറഞ്ഞാൽ എണീക്കും. ഞാൻ കളിയാക്കും, എന്താ ജോസേ നേർച്ചയാണ് ഈ ചായയൊക്കെ കുടിക്കണമെന്നുള്ളതെന്ന്. അതും ചായ നല്ല പതപ്പിച്ചായിരിക്കണം കൊടുക്കണ്ടേ. സത്യം പറഞ്ഞാൽ അത് ആ ചായക്കൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ, നല്ല പതപ്പിച്ച ചായ. വെയിൽ തുടങ്ങിയപ്പോൾ തൊട്ടേ വിചാരിക്കുന്നതാണ്, ഇവിടെ വിറക് അടുക്കി വെച്ചിരിക്കുന്നതാണ്. പഴയ വ്ളോഗ് കാണുന്നവർക്കറിയാം. ഇവിടെ വന്നിട്ട് കുറച്ച് വിറക് കിട്ടി, അത് മില്ലിൽ കൊണ്ടുപോയി അറപ്പിച്ച് ഇവിടെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ മഴയായിരുന്നല്ലോ ഇത്രയും നാളും. അപ്പോൾ കുറേ ചാക്കുകളിട്ട് ഇങ്ങനെ മൂടി വെച്ചിരിക്കുകയാണ് നനയാതിരിക്കാൻ. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഉടനെ ഒന്നും മഴ പെയ്യുമെന്ന്. കാരണം കാലാവസ്ഥ കണ്ടിട്ട് അങ്ങനെയാണ്. അപ്പോൾ അത് കവറൊക്കെ എടുത്ത് മാറ്റുക. കാരണം എത്ര കവറിട്ട് മൂടിയിട്ടും ഇടയ്ക്കൂടൊക്കെ വെള്ളം ഇറങ്ങി ആ വിറക് ഇത്തിരി നനവൊക്കെ ഉണ്ട്. ഇപ്പം വെയിലടിച്ചതങ്ങ് ഉണങ്ങുമല്ലോ. അതിന് വേണ്ടി കുറേ പ്ലാസ്റ്റിക് സഞ്ചികളുണ്ട്, എല്ലാം എടുത്ത് മാറ്റി ഇനി കുറച്ച് നാൾ ഇങ്ങനെ ഓപ്പണായിട്ട് ഇട്ടേക്കാമെന്ന് വെച്ചു. മഴയുള്ളപ്പോൾ ഇങ്ങനെ അടച്ചു വെച്ചാൽ മതിയല്ലോ. എനിക്കറിയാം ഇപ്പം നിങ്ങളെല്ലാവരും പറയും, ബെൻസി സൂക്ഷിക്കണേ, പാമ്പ് കാണുമേ. പക്ഷേ എപ്പോഴും നടക്കുന്നതൊക്കെ വഴിയാണ്, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് പാമ്പൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കവറുകളെല്ലാം മാറ്റി അത് കുറച്ച് മടക്കി മാറ്റി വെച്ച് കുറച്ച് ഭിത്തിയിലോട്ട് തന്നെ ഇട്ടു. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചത് നന്നായിട്ടങ്ങ് നനഞ്ഞ് വിറവ് മൊത്തം നശിച്ച് കാണുമെന്നാണ് വിചാരിച്ചത്, ഉളുത്തു പോകുവേ തടി. പക്ഷെ അങ്ങനെയുള്ള കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല എനിക്കൊന്ന് 2-3 ദിവസത്തെ വെയിൽ കൊണ്ടായിരിക്കാം നന്നായിട്ടിരിക്കുക വിറവെല്ലാം. അപ്പോൾ അതാ മീൻ പീര പറ്റിക്കാനായിട്ട് കുഞ്ഞി മത്തി, കരിഞ്ചാളയെന്ന് പറയും,
കുഞ്ഞ് മത്തി എന്ന് പറയും. മത്തിയും ചാള ആക്ച്വലി രണ്ടും രണ്ടാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞിതാണ് ഇന്നലെ രാത്രി കിട്ടിയതാണ്. ഞാൻ അന്നേരം തന്നെ വെട്ടി ക്ലീനാക്കി വെച്ചിരുന്നു. അത് പീര പറ്റിക്കാൻ വേണ്ടിയാണേ. അപ്പോൾ ചട്ടിക്കകത്ത് കൊച്ചുള്ളി വേണേൽ കൊച്ചുള്ളി എടുക്കാൻ. ഞാനൊരു സവാള എടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് ഇഞ്ചി ചതച്ച് ഇട്ടിട്ടുണ്ട്. ഒരു മാങ്ങാടെ ഒരു കിമിണിയും ഫ്രിഡ്ജിൽ ഇരുന്ന്, അതാണ് മഞ്ഞ കളറിൽ കാണുന്നത്, അതുകൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട്. പച്ചമുളക് എടുത്തിട്ടുണ്ട്, തേങ്ങ, മഞ്ഞൾപ്പൊടി, ഇനി ഇത്തിരി ഉലുവയും കൂടി ഇട്ട് 2 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ആദ്യം ഇതെല്ലാം കൂടി തേങ്ങ ചതച്ചതും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പച്ചമുളക് കുറവായിട്ട് തോന്നുമെങ്കിൽ ഇനിയിപ്പോൾ വേണമെങ്കിൽ അരിഞ്ഞ് ചേർക്കാമേ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പുളി വലുതൊന്ന് പിച്ചിയിടാം. യാതൊരു കാരണവശാലും പുളി നന്നായിട്ട് കുതിർന്നതാണ്. ഞാൻ ഇളം ചൂട് വെള്ളത്തിലാണ് പുളി ഇട്ട് വെച്ചിരുന്നത്. അപ്പോൾ യാതൊരു കാരണവശാലും പിച്ചാത്തി വെച്ച് മുറിക്കരുത്, പുളി കഴിക്കും. ഇനി പുളിവെള്ളം, ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിട്ട് കൊടുക്കാം. ഇന്നലെ രാത്രി കൊണ്ടുവന്ന മീനാണ്. രാത്രി കുറേ ജോലികളുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ മീൻ വെട്ടി എണീറ്റപ്പോൾ രാത്രി 11:45. ഇതല്ല, കുറേ ഉണ്ടായിരുന്നു മീനെ. കുഞ്ഞി ചാള. ഞങ്ങൾക്ക് 2 പേർക്കും ഇതിൻ്റെ തോരൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എത്ര സമയം എടുത്താലും കുഴപ്പമില്ല, ഞാനിത് കണ്ടാൽ മേടിക്കും. അപ്പം അന്നേരം തന്നെ, ഇപ്പം വൈകിട്ട് മീൻ മേടിക്കുന്ന അന്നേരം തന്നെ ഞാൻ വെട്ടി ക്ലീൻ ചെയ്ത് നന്നായിട്ട് കഴുകി അങ്ങ് ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ കുറേ ഉണ്ടായിരുന്നു. 200 രൂപയ്ക്ക് മേടിച്ചത്. എനിക്ക് തോന്നിപ്പോൾ ഈ കുഞ്ഞി ചാളയുടെ സീസണാണെന്ന്. ഇനി കൈ തളിച്ച് ഇത്തിരി വെള്ളം, ബാക്കി മീനിൻ്റെ വെള്ളം ഇറങ്ങും, അത് മതി. ഇന്ന് അടുപ്പിലാണ് തോരൻ വെക്കുന്നത്. കുടിക്കാൻ വെള്ളം തിളപ്പിച്ചു, അരി വാർത്തിട്ടു. ഈ ക്ലിപ്പ് എവിടെ നിന്നാന്ന് എല്ലാവരും ചോദിക്കാണ്. നമ്മുടെ സാധാ തുണി ഇടുന്ന ക്ലിപ്പില്ലേ, അത് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ തന്നെ സ്റ്റീലിൻ്റെ കിട്ടും. ബോംബെയിൽ ഞാൻ അതായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കൂടുതലും. ഇതാ നന്നായിട്ട് വറ്റി തുടങ്ങി. ഇളക്കുമ്പോൾ സൂക്ഷിക്കണം, പൊടിയരുത്. ഇത്തിരി കൂടി വറ്റിയാൽ മതി. നല്ല മണം വരുന്നുണ്ട്. സമരം വിളിക്കാൻ പോകുന്നു. വിശാലമായ ജോലി. എൻ്റെ പൊന്നെ, ജോസാൻ്റെ വണ്ടി കഴുകൊക്കെ 1 ടാങ്ക് വെള്ളമാണ്. വണ്ടി കഴുകുന്ന ഷാമ്പു, പണ്ട് ഞാൻ ഈ ഷാമ്പു ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അത് ഞാൻ മേടിച്ചിട്ട് 1-2 പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ളൂ. അത് കാരണം ഞാൻ മാറ്റാൻ കാരണം എന്താണെന്നോ, അത് ഇതിട്ട് തല കഴുകുമ്പോൾ എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. പിന്നീട് ഞാനത് നോട്ടീസ് ചെയ്ത് തുടങ്ങിയേ. അങ്ങനെ മാറ്റി വെച്ചതാ. അത് പിന്നെ ജോസാൻ്റെ വണ്ടി കഴുകുന്ന ഷാമ്പു ആയി. കഴിഞ്ഞോ? നേരത്തെ ഇങ്ങോട്ട് എനിക്ക് വരാൻ സമയം കിട്ടിയില്ല. ഷാമ്പു ഇടക്കവും കുളിപ്പിക്കൊക്കെ ഒക്കെ. അപ്പോൾ ഇത് കാണുന്നവർ തീർച്ചയായിട്ടും ചോദിക്കുകയും ചേച്ചി 2 വണ്ടി എന്തിനാണെന്ന്. പലർക്കും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടേ. ഒരെണ്ണം ജോസാൻ്റെ ബ്രദറിൻ്റെയാണ്. പുള്ളിക്കാരൻ ഗൾഫിലാണ്, പോയപ്പോൾ ഇവിടെ വെച്ചേച്ച് പോയതാ. മറ്റേത് ഞങ്ങൾ ബോംബെയിൽ നിന്ന് വന്നപ്പോൾ ഞങ്ങളുടെ വണ്ടി കൊണ്ടുവന്നത്. ഇവിടെ വന്നിട്ട് രജിസ്ട്രേഷനൊക്കെ മാറ്റി. അന്ന് ബോംബെ രജിസ്ട്രേഷനായിരുന്നെങ്കിൽ ഇന്ന് കേരള രജിസ്ട്രേഷൻ. ബോംബെയിൽ വണ്ടി എൻ്റെ പേരിലായിരുന്നുവെങ്കിൽ ഇവിടെ ജോസ് ജോയിയുടെ പേരിൽ. അവിടെ ജോസിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒന്നും ഇല്ലായിരുന്നു, എനിക്കേ ഉള്ളായിരുന്നു. രസം ഉണ്ടാക്കണം, രസം. അപ്പോൾ ആ രസം ഉണ്ടാക്കാനായിട്ട്
വാളംപുളി കുറച്ച് കുതിർത്ത് വെള്ളത്തിൽ പിഴിഞ്ഞ് വെള്ളം അരിച്ചെടുത്തതാണ്. പുളി അനുസരിച്ച് നമുക്ക് വെള്ളം ചേർക്കാമേ. അപ്പം എൻ്റെ കയ്യിൽ നല്ല കനിഞ്ഞ പുളിയായിരുന്നു, അതാണ് ഇത്രയും നല്ല കറുത്ത കളർ. രസം ഉണ്ടാക്കാൻ ഇങ്ങനെയുള്ള പുളി നല്ലതാണ്. ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയാണ് ഞാൻ എടുത്തത്, അത് പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത്. എൻ്റെ പെസഡാണിത്. അപ്പോൾ ഇത് കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഒത്തിരി അങ്ങ് ഫൈൻ പൗഡർ ആക്കണ്ട, ഒന്ന് ചതച്ചെടുത്താലും മതി. അത് എരി അനുസരിച്ച് നമുക്ക് ചേർക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. അപ്പോൾ ഇത്തിരി കൂടി വറ്റിയാൽ മതി. ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം, ഇച്ചിരി കറിവേപ്പില മുകളിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചാണ് മസാല എല്ലാം കൂടെ ഇളക്കിയത്, അതുകൊണ്ട് ഇനി ഇപ്പോൾ എക്സ്ട്രാ വെളിച്ചെണ്ണ ഒഴിക്കുന്നില്ല. പറ്റുമ്പോൾ ഇതുമായി എടുത്ത് മാറ്റും, അത്രയേ ഉള്ളൂ. അയ്യോ, കയറി കിടക്കാൻ കിട്ടിയ സ്ഥലമേ, എന്തോ സുഖം. പോന്നു തൊണ്ട അടുത്ത ആളിരിക്കുന്നു. നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? എല്ലാവരും പാതിരാത്രി ആയാലും, അന്ന് ഞാൻ പറഞ്ഞില്ലേ രാത്രി 11:45. അയ്യോ, നിങ്ങൾ വെള്ളം കുടിക്കാനാണെന്ന് തോന്നില്ലേ? ഞാൻ രാത്രി 11 മണിക്ക് മീൻ വെട്ടിയാലും ഇവിടെ വരും. അപ്പോൾ ഞാൻ രസത്തിൻ്റെ എല്ലാം കൂടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പുളിവെള്ളം പിഴിഞ്ഞ് ഉപ്പിട്ട് കുരുമുളക് കുറച്ച് ഇഞ്ചിയും അരിഞ്ഞിട്ടിട്ടുണ്ട്, കറിവേപ്പിലയും ഇത്രയും കൂടി ഇട്ടാണ് നന്നായിട്ട് തിളച്ചേ. ഇത്തിരി കൂടി നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തിളച്ച് തൂവാതിരിക്കാൻ ഞാനൊന്ന് തുറന്നു വെച്ചതായിരുന്നേ. അപ്പം ഇന്നത്തെ എല്ലാം അടുപ്പിലാണ്. മീൻപീര, രസം, കുടിക്കാൻ വെള്ളം, ചോറ്. അപ്പം ഞാൻ രസം ഉണ്ടാക്കുന്ന എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, എൻ്റെ ചേച്ചി പറഞ്ഞാണ് ഞാൻ അങ്ങനെ ചെയ്യാറുള്ളത്. ഇതിനെ ഇച്ചിരി ഒന്ന് തണുക്കുമ്പോൾ ഒന്ന് അരിച്ചെടുക്കുക. പൊങ്ങി വരുന്നത് ഇഞ്ചിയാണ് കേട്ടോ. ഞാൻ ഇത്തിരി ഒന്ന് അരിച്ചെടുക്കും, എന്നിട്ട് പിന്നാണ് അതിനകത്ത് കടുക് താളിച്ചൊഴിക്കുന്നത്. എനിക്കത് നല്ലതായിട്ട് തോന്നി, കാരണം ആ കുരുമുളകും ഇഞ്ചിയും ഒന്നും നമ്മുടെ വായിൽ പോവില്ലല്ലോ. അപ്പോൾ സാധാരണ എല്ലാ പ്രാവശ്യവും ഞാൻ ഇഞ്ചി ഇതിനകത്തിട്ട് തന്നെ അങ്ങ് തിളപ്പിച്ച് അരിച്ച് മാറ്റും. ഇത് പല രീതിയിൽ ചെയ്യാറുണ്ട് കേട്ടോ. എൻ്റെ അമ്മ ഇങ്ങനെയും ചെയ്യാറുണ്ട്. പക്ഷെ ചില സമയത്ത് ആദ്യം തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടി നന്നായിട്ട് മൂപ്പിച്ച് കായ ഉൾപ്പെടെ പുളിവെള്ളത്തിൽ ഇട്ട് പുളിവെള്ളം തിളപ്പിച്ചെടുക്കാറുമുണ്ട്. അങ്ങനെയും ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്പം ചൂടോടെ തന്നെ ഞാനങ്ങ് അരിക്കുവാണേ. അടുപ്പിൽ തന്നെ തിളച്ച് കിടക്കുക. അയ്യോ, നിങ്ങളിങ്ങനൊന്നും ചെയ്യല്ലേ. കയ്യിൽ ഇച്ചിരി പുകയടിച്ചു. പക്ഷേ എനിക്കിത് പ്രാക്ടീസാണേ. കടുക് താളിച്ചൊഴിക്കാനായിട്ട് പാത്രം വെച്ചു. ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെ കടുക് താളിക്കുന്നത്. അപ്പോൾ അരിച്ചെടുത്തു. വീണ്ടും ഞാൻ കലത്തിൽ ഒഴിച്ചങ്ങോട്ട് വെച്ചു. കായം എൻ്റെ കയ്യിൽ കട്ടക്കായം വേണം, ഞാൻ പൊടിക്കുന്നൊന്നുമില്ല കേട്ടോ. അതായത് ഈ 3 എൻ്റെ അടുത്ത് പലരും ചോദിച്ചു ഈ കമ്പനിയുടെ പേര്, അതെനിക്ക് ഓർമ്മയില്ല കേട്ടോ. പൊട്ടിച്ചതുപോലെ കുപ്പിക്കകത്തോട്ട് ഇട്ട് വെച്ച് ഇത് അതുപോലെ അങ്ങിടും, അതിനകത്ത് കിടന്ന് റെഡി ആയിക്കോളും. ഇപ്പോൾ കടുക് ഇട്ടു. വെളുത്തുള്ളി ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട്. കൊച്ചുള്ളി, വെളുത്തുള്ളി വലുത് 3-4 ആയിട്ട് കീറിയിട്ടുണ്ട്. ഇത് ഒത്തിരി അങ്ങ് ഫ്രൈ പോലെ ആവണ്ട, ഒന്ന് വഴന്ന് വന്നാൽ മതി. രസത്തിന് അതാണ് ടേസ്റ്റ്. ഇപ്പം ഇതാ പരുവമാണ്. അപ്പോൾ നമ്മൾ വെള്ളം വെക്കുമ്പോൾ അതിനകത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് വേണേലും വെക്കാം. ഞാനത് വിട്ടുപോയി. മഞ്ഞൾപ്പൊടി, ലേശം ഉലുവാപ്പൊടി. പലരും എൻ്റെ അടുത്ത് രസത്തിന് ജീരകപ്പൊടി ചേർക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ട്രൈ ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ജീരകപ്പൊടി ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് ഇടാത്ത. ഒരു ലേശം
മുളക് പൊടി. ഇതിനകത്ത് കറിവേപ്പിലയൊക്കെ വേണ്ടവർക്ക് ഇടാമേ, ഞാനിടുന്നില്ല. ഓൾറെഡി നന്നായിട്ട് ഇട്ട് തിളപ്പിച്ച് മാറ്റിയതാണല്ലോ. അപ്പം ഞാനിത് ഈ ചൂടടപ്പത്ത് തന്നെ അടച്ച് വെച്ചേക്കുവാണേ. കാരണം വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചതാണ്, എല്ലാം പെർഫെക്റ്റ് ആണ്. കടുകും കൂടെ താളിച്ച് ഞാൻ തീനിയൊന്നും കത്തിക്കുന്നില്ല, അടുപ്പ് നല്ല ചൂടാണ്. ചൂടായിട്ട് ഇങ്ങനെ തന്നെ അടച്ചു വെച്ചേക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ രസം. അപ്പൊ ചൂടടപ്പത്ത് വെക്കാതെ വാങ്ങി വെക്കുന്നവരാണെങ്കിൽ ഇതൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കുവേ. കടുക് താളിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് തിളപ്പിക്കാം, വെളുത്തുള്ളിയുടെയും ഒക്കെ ഫ്ലേവർ അതിനകത്ത് ഇറങ്ങാനായിട്ട്. വന്ന് ഇങ്ങെത്തിയല്ലോ, പെരക്കകത്ത് കയറല്ലേ. കേട്ടോ, അവിടെ ഇരുന്നു. ആദ്യമൊക്കെ ഞാൻ അകത്തുനിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു, ഓടുമായിരുന്നു. ഇപ്പം നോക്കിയാൽ പേടിയൊന്നുമില്ല കേട്ടോ. ഞാൻ അടുത്താ നിൽക്കുന്നത്, അവിടെ ഇരിക്കുവാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സിമ്പിൾ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. സെയിം കോമ്പിനേഷനാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലെസ് യു.